വാങ്ങിട്ടാ പോണേ പൂരത്തിനോ? ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എൻസ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പൂരത്തിന് പോവാണ്. അതായത് 11-ാം പൂരത്തിന്റെ അന്നത്തെ വീഡിയോ ആണിത്. ഞങ്ങൾ അങ്ങാടിപ്പൂരം കാണാൻ വേണ്ടി അങ്ങാടിപ്പുറത്തേക്ക് പോയതാണ്. അങ്ങാടിപ്പുറത്ത് പോയപ്പോൾ അവിടുന്ന് ITC അടുത്തിയപ്പോൾ പെരും ബ്ലോക്കാണ്. ബ്ലോക്ക് കൊണ്ട് വണ്ടി അങ്ങോട്ട് പോകില്ല, അങ്ങാടിപ്പുറത്ത് പോകില്ല. അപ്പൊ ഞങ്ങൾ നേരെ ഇവിടെ ഞങ്ങൾ പാടത്ത് വന്നുകാണ്ട് ഞങ്ങൾ നേരെ പാടത്ത് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുങ്ങാണ്ട് ഞങ്ങൾ അങ്ങാടിപ്പുറത്തേക്ക് അങ്ങോട്ട് നടന്നു. ഈ പുഴ കടന്നുകാണ്ട് അപ്പുറത്തേക്ക് നടന്നു. കുറേ നടന്ന് ഞങ്ങൾ എടുത്ത എൻസമോളും കുഴങ്ങി, ഞങ്ങളും കുഴങ്ങി പറയാം. അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് എത്തി ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലുണ്ട് ഞങ്ങളെ ഇപ്പൊ വന്നു. ഇപ്പൊ വണ്ടി താഴെ നിർത്തിങ്ങാണ്ട് ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടന്നിക്കാണ്. അങ്ങനെ ഇതാ ഓരോ പൂരങ്ങൾ ഓരോരുത്തുനിന്നും പല ദേശത്തുനിന്നും പൂരം വന്നുകൂടി അങ്ങാടിപ്പുറത്തെ സെന്ററിൽ നിന്നുങ്ങാണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ പകൽപൂരത്തിന് പോണത്. രാത്രിക്ക് വെടിക്കെട്ടിന് പോകുന്നല്ലാതെ പകല് ഞാൻ പോയിട്ടില്ല. 11-ാം പൂരത്തിന് നല്ല പരിപാടിയാണെന്ന് പറയണേക്കാന്നല്ലാതെ അങ്ങാടിപ്പൂരം നല്ല രസത്തിലുള്ള സംഭവമാണെന്നൊക്കെ പറയണേക്കാന്നല്ലാതെ ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് സച്ചുറ്റും പോയിരുന്നു. സച്ചു ഇങ്ങനെ നല്ല രസം ഉണ്ടാവും, നല്ല കാണാനെല്ലാം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നിട്ട് കുഴങ്ങി. ആൾക്കാര് അതിലേറെ ചൂട്, ആൾക്കാരുടെ ഇടയിൽ ഇന്നത്തെ ചൂട് കൂടുതലാവൂലേ. ഒക്കെപ്പാടായിട്ട് കുട്ടികൾക്കും പിരാന്ത് പിടിച്ചു, ഞങ്ങൾക്കും പിരാന്ത് പിടിച്ചു പറയാം. അങ്ങനത്തെ പിരാന്ത്. ഞങ്ങൾ അധികം ഒന്നും കാണാൻ നിന്നില്ല, കണ്ടിടത്തോളം മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എളുപ്പം അവിടുന്ന് കുറച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ കുറേ നേരം മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് അസർക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പൂരപ്പറമ്പ് കയറി. അത് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയാണ്ട് പൂരപ്പറമ്പ് കയറി. പൂരപ്പറമ്പിൽ നോക്കുമ്പോൾ അതിലും വലിയ തിരക്ക്, പെരും തിരക്ക് പറഞ്ഞാൽ പെരും തിരക്ക്, പൂരപ്പറമ്പിലും തിരക്ക്. ഞങ്ങൾ അവിടുന്ന് ഉമ്മാക്ക് കുറച്ച് പൊരിയും മൂക്കും സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങാണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിന്റെ അധികം താഴെക്കട ഇറങ്ങിങ്ങാണ്ട് ഞങ്ങൾ പാടത്തേക്കാണ് ഇറങ്ങി. പാടത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് എൻസമോള് എന്ത് പറഞ്ഞാലും പോരൂല. ഓൾക്ക് ആനക്കുട്ടിയാണെന്ന് ഇറങ്ങാണ്ട് എൻസക്ക് ഒരു ആനക്കുട്ടിയും ഹംദാൻ എന്തോ മറ്റേ ഇങ്ങനെ നോക്കുന്ന സാധനം, അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ക്യാമറ പോലത്തെ ഒരു സാധനം, റയ്യാനും ഷാനുനും ഈ മുകൾക്ക് കൂടുന്ന ഒരു സാധനം, എന്തൊക്കെ സാധനങ്ങൾ ഒരു തൊള്ളി കൊള്ളാത്ത വിലയാണ് പൂരപ്പറമ്പിൽ. അങ്ങനെ അതൊക്കെ മേടിച്ചിങ്ങാണ്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമും മേടിച്ചിങ്ങാണ്ട് എല്ലാവർക്കും ഓരോ ഐസ്ക്രീമും മേടിച്ചിങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഐസ്ക്രീം മേടിച്ചാണ്ട് തിരിഞ്ഞ് പോന്നപ്പോണ്ട് എല്ലാവരും നിരക്കനെ കിടക്കുന്നു. പാടത്ത് നിരക്കനെ കിടക്കണത് വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നുകാണ്ട് സ്ഥലം പിടിച്ചിരിക്കണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നുകാണ്ട് ഞങ്ങൾ സത്യേട്ടന്റെ അടുത്തേക്ക് പോയി. സത്യേട്ടന്റെ അടുത്ത് പോയപ്പോൾ സത്യേട്ടന്റെ ഫോൺ എന്തൊക്കെ ഇട നോക്കണു, അത് ശരിയാക്കണം എന്ന് പറഞ്ഞാണ്ട് ആശിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സത്യേട്ടന്റെ അടുത്ത് കുറെ നേരം ഞങ്ങൾ സംസാരിച്ച് നിന്നുകാണ്ട് സത്യേട്ടൻ പറയണ കേട്ടുകൊണ്ടില്ലേ കണ്ടു നോക്കട്ടെ നിങ്ങൾ എല്ലാം കണ്ടത്. സത്യത്തെ ഇൻഷനെ ഫോളോ ചെയ്തിട്ടില്ല, എന്നിട്ട് കണ്ടു ഫോണിൽ വെറുതെ അറിയുന്നു. ഞാൻ ലൈക്ക് അടിച്ചു നോക്കട്ടെ. അപ്പൊ സത്യേട്ടൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? സത്യേട്ടന് ഇൻഷമോളെ റീലൊക്കെ കണ്ടുക്കണു എന്നാ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു സത്യേട്ടനോട് കാണുമ്പോൾ നിങ്ങൾ ലേക്ക് അടിച്ചേണ്ടത്. അപ്പൊ സത്യേട്ടൻ സംഭവം അതൊന്നും അറിയില്ല, ലേക്ക് അടിച്ചാനൊന്നും അറിയില്ല. സത്യേട്ടൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെ കുഴഞ്ഞതാണ്ട് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, അപ്പൊ നടക്കണമൊന്നും ഓർമ്മയില്ല. അപ്പൊ ഞങ്ങൾ കുറെ നേരം സത്യേട്ടനും സംസാരിച്ചിരുന്നാണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഓരോ തറവാട്ടിൽ ഇറക്കിങ്ങാണ്ട് ഞങ്ങൾ നെല്ലിക്കപ്പറമ്പ് പോന്നു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.